44 നദി ഒഴുകുന്നുണ്ട്, 6 മാസം മഴ കിട്ടുന്നുണ്ട്. മഴ കിട്ടിയാൽ തന്നെ അതെല്ലാം കടലിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ ചെളിയും മണലും അടിഞ്ഞുകൊണ്ട് പുഴയിൽ സ്ഥലമില്ല. അപ്പോൾ പ്രളയത്തിന് കാരണമാകുന്നു. മാത്രമല്ല 30% കപ്പാസിറ്റി എല്ലാ ഡാമിലും എന്ന് പറയുന്നു. അതിന് ബെനിഫിറ്റ് ആർക്കാണ്? തൊട്ടടുത്തുള്ള സ്റ്റേറ്റുകളിലെ കർണാടക, ആന്ധ്ര, അതുപോലെ മഹാരാഷ്ട്ര സ്റ്റേറ്റുകളാണ്. അവർക്കാണ് ഇതിന് ബെനിഫിറ്റ്. ഏവർക്കും നിലപാടിലേക്ക് സ്വാഗതം. പോയ വാരത്തെ രാഷ്ട്രീയ ആനുകാലിക വിഷയങ്ങളിൽ തൻ്റെ നിലപാട് വ്യക്തമാക്കുകയാണ് NCP സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ ശ്രീ NA മുഹമ്മദ് കുട്ടി. നമസ്കാരം സാർ. നമസ്കാരം. ഇവിടെ ബ്രൂവറി തന്നെയാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വാർത്തയിൽ പ്രാധാന്യമായി നിറഞ്ഞു നിൽക്കുന്നത്. ബ്രൂവറിയിൽ ഇപ്പോൾ CPI കുറേയും കൂടി ജനയുഗം അവരുടെ പാർട്ടി പത്രത്തിൽ ഇതിനെതിരായിട്ട് ലേഖനം വരുന്നു. അതായത് ഒരേ മുന്നണിയിലെ ഘടകകക്ഷികൾക്ക് പോലും വല്ലാത്ത അതൃപ്തി ഓരോ ദിവസം കഴിയുമ്പോഴും കൂടുതൽ പുറത്തു വരികയാണ്. നമുക്കറിയാം CPIയുടെ ഓഫീസിൽ പോയി മന്ത്രി വിശദീകരിച്ചിട്ടും അതിനകത്ത് അവർ അതേ നിലപാട് സ്വീകരിക്കുന്നു. ഇപ്പോഴിത് RJDയും കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ത്രി ഒരു ഓഫീസിൽ മാത്രം പോയി കാര്യങ്ങൾ ധരിപ്പിച്ചത് ശരിയായില്ല എന്നൊരു നിലപാട് RJDയും സ്വീകരിച്ചിരിക്കുന്നു. എങ്ങനെയാണ് വിഷയത്തെ നോക്കി കാണുന്നത്? ഇതിൻ്റെ ഇഷ്യൂ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയുടെ വരുന്നതിനല്ല, കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണ്. അതാണല്ലോ ഇപ്പോൾ ഇവിടെ മുഖ്യമായിട്ട് വന്നിട്ടുള്ളത്. കുടിവെള്ളം നൽകുന്നതിന് ഇവിടെ ജനങ്ങൾക്ക് കുടിവെള്ളം ഇല്ല. പാലക്കാട് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. മാത്രമല്ല കൊക്കക്കോളയെ ഓടിച്ചൊരു സ്ഥലം. അതെ. പിന്നീട് മലബാർ ഡിസ്റ്റിലറീസ് ഓൾറെഡി ഗവൺമെൻറ് വന്നിട്ട് പൂട്ടിയിരിക്കുകയാണ്. കുടിവെള്ളത്തിൻ്റെ പ്രശ്നം ഉണ്ടായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ സ്ഥലത്ത് പിന്നെ ഇങ്ങനൊരു ബ്രൂവറി വരുമ്പോൾ തീർച്ചയായിട്ടും ഈ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം അതിന് സൊല്യൂഷൻ കാണേണ്ടതുണ്ട്. ഇത് ഗവൺമെൻറ് ഇതിനെപ്പറ്റി ഒന്നും ഒരു സൊല്യൂഷൻ കണ്ടിട്ടോ അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രശ്നം ഉണ്ടാവുമെന്ന് ആലോചിച്ചിട്ടോ അല്ല ഈ സാങ്ഷൻസ് കൊടുത്തിട്ടുള്ളത്. അതവർ വന്നു അങ്ങ് കൊടുത്തു, ഒരു ക്യാബിനറ്റിൽ ഡിസിഷൻ എടുത്തു. പഞ്ചായത്തുകൾക്ക് പോലും അറിയില്ല. ഇവിടെ ഈ വല്യേട്ടൻ പറയുന്നതിനെ എതിർക്കാതെ എങ്ങനെയും ഈ മന്ത്രിസഭയിൽ കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ള ആ ഒരു ഇതുകൊണ്ട് കൃഷ്ണൻകുട്ടി അങ്ങനെ പറഞ്ഞു. എതിർക്കാൻ പറ്റില്ലല്ലോ, അദ്ദേഹത്തിൻ്റെ നിസ്സഹായത. CPI സംബന്ധിച്ച് ഈ എക്സൈസ് മിനിസ്റ്റർ അവരുടെ ഓഫീസിൽ പോയിട്ട് ഇത് പറഞ്ഞു എന്നുണ്ടെങ്കിൽ തന്നെ, ഇപ്പോൾ സത്യൻ മൊകേരി ഇന്ന് അവരുടെ പത്രത്തിൽ എഴുതിയിട്ട് വളരെ വ്യക്തമായിട്ട് തന്നെ അവിടുത്തെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയും വളരെ രൂക്ഷമായിട്ടുള്ള ഇതാണ്. അത് ഈ പറയുന്ന സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ആ തീരുമാനത്തിൽ ഉൾക്കൊണ്ട് പോകേണ്ടതായിട്ട് വന്നു. ഇവിടെ പ്രശ്നം എന്താ? കുടിവെള്ളമാണ്. കുടിവെള്ളം കേരളത്തിന് മൊത്തം പ്രശ്നമില്ലേ? ഏത് പഞ്ചായത്താണ് ഈ മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ ടാങ്കറിൽ കുടിവെള്ളം കൊടുക്കാത്ത? 44 നദി ഒഴുകുന്നുണ്ട്, 6 മാസം മഴ കിട്ടുന്നുണ്ട്. മഴ കിട്ടിയാൽ തന്നെ അതെല്ലാം കടലിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ ചെളിയും മണലും അടിഞ്ഞുകൊണ്ട് പുഴയിൽ സ്ഥലമില്ല. അപ്പോൾ പ്രളയത്തിന് കാരണമാകുന്നു. മാത്രമല്ല 30% കപ്പാസിറ്റി എല്ലാ ഡാമിലും എന്ന് പറയുന്നു. ആ കപ്പാസിറ്റി കൂട്ടേണ്ടതല്ലേ? കൂട്ടിക്കഴിഞ്ഞാൽ പ്രാഥമികമായിട്ട് 4 മെച്ചമാണ് ബ്രൂവറിയുടെ വരുന്നുണ്ട്. ഒന്ന്, 97% ലിക്കർ പുറത്തുനിന്ന് വരുന്നു. അതിന് ബെനിഫിറ്റ് ആർക്കാണ്? തൊട്ടടുത്തുള്ള സ്റ്റേറ്റുകളിലെ കർണാടക, ആന്ധ്ര, അതുപോലെ മഹാരാഷ്ട്ര സ്റ്റേറ്റുകളാണ്. അവർക്കാണ് ഇതിന് ബെനിഫിറ്റ്. നമ്മളിവിടെ അത് വാങ്ങിച്ചിട്ട് പിന്നീട് നമ്മൾ ടാക്സ് ഇട്ടുകൊണ്ട് ഇവിടെ വിൽക്കുന്നു. മാത്രമല്ല 3% മാത്രമാണ് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ ഇവിടുത്തെ ഗവൺമെൻറ് ഇതിലുള്ള ബ്രൂവറീസിൽ നിന്നും ബാക്കിയുള്ളതൊന്നും ഉണ്ടാക്കുന്ന മദ്യങ്ങൾ അത് കൂട്ടിക്കൂടെ? ഈ 97% ഒരു ബ്രൂവറി അല്ലല്ലോ. ഇവിടെ 10-15 ബ്രൂവറി കൊണ്ടുവന്ന് ഈ പറയുന്ന കംപ്ലീറ്റ് ആയിട്ടുള്ള കേരളത്തിൽ മദ്യം മുഴുവൻ ഉണ്ടായിക്കൂടെ? ഇപ്പോൾ അതിനിടയ്ക്ക് റിപ്പോർട്ടുണ്ട്. ഞാൻ അതിൻ്റെ വാസ്തവങ്ങൾ സ്ഥിരീകരിക്കാനില്ല, പക്ഷേ അത് കേട്ടപ്പോൾ എനിക്കത് വാസ്തവമാണെന്ന് തോന്നി. കാരണം എന്താണെങ്കിൽ ഇന്ന് ബിയർ പാർലേഴ്സ് കൂടുകയാണ്. ബിയർ വൈൻ പാർലറാണ് ഏറ്റവും കൂടുതൽ ഇത് ചെയ്യുന്നത്. ബിയറിനകത്ത് ഗ്ലിസറിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഇവിടെ ഉള്ള മിക്ക ആളുകൾക്കും വൃക്ക തകരാറ് ആവുന്നു എന്നൊരു റിപ്പോർട്ട് ഇതിനിടയ്ക്ക് ഞാനിവിടെ വായിച്ചു. അങ്ങനെയാണെങ്കിൽ അത് സത്യമല്ല. കാരണം വെച്ചാൽ ഇവിടെ ഡയാലിസിസിന് ക്യൂ നിൽക്കുകയാണ്. വൃക്ക രോഗികളാണ് ഇവിടെ കൂടിക്കൂടി വരാണ്. അതിന് റീസൺ ഉണ്ടല്ലോ. ആ റീസൺ ഒരുപക്ഷെ ഇതായിരിക്കാം. ഞാൻ പറയും നല്ല സാധനം ഉണ്ടാക്കി കൊടുത്തൂടെ, എന്നിട്ട് ഇതിന് സർക്കാരിന് വരുമാനം വർദ്ധിച്ചുകൂടെ? മാത്രമല്ല ഇപ്പോൾ ഒയാസിസ് പറഞ്ഞു ഞങ്ങൾ അത്തരത്തില്ല ഫാക്ടറി ഇടുമ്പോൾ 4000 ആൾക്ക് തൊഴിൽ കിട്ടുമെന്ന് പറഞ്ഞു. 15 ഫാക്ടറി ഇടുമ്പോൾ 4000 വെച്ചിട്ട് ഇവിടെ കേരളത്തിൽ എത്ര ആൾക്ക് തൊഴിൽ ലഭിക്കാൻ പറ്റും? സർക്കാരിന് വരുമാനം വരുന്നു. അതൊരു സൈഡ്. കുടിവെള്ളത്തിൻ്റെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ 2 കാര്യങ്ങൾ അതിലുണ്ട്. ഒന്ന്, മണൽ
നേരത്തെ എല്ലാ പഞ്ചായത്തുകളും വാരിയിരുന്നു. അതെ, ഇപ്പോൾ അത് ഇപ്പം നിർത്താൻ കാരണം എന്താ? അതിന് വലിയൊരു മാഫിയ ഉണ്ട്. ആ മാഫിയ എന്ന് പറയുന്നത് പാറമടകൾ നടത്തുന്ന, സർക്കാരിൽ നിന്ന് സ്ഥലം ലീസിനെടുത്ത് ക്രഷർ നടത്തുന്നവരാണ്. അവർക്ക് എംസാൻഡ് വെക്കണം, അവരാണ് അതിൻ്റെ പിന്നിൽ. അപ്പോൾ ഇവിടെ വേണ്ട എന്താ? ഡാമിൻ്റെ പണ്ട് തോമസ് ഐസക്കിന് വേണ്ടി ശ്രമം നടത്തിയതാണ്. അന്ന് ഇവരെല്ലാം ഒന്നിച്ചുകൂടി ആ മണൽ ഒരു നിലയ്ക്കും എടുക്കാത്ത രൂപത്തിലാക്കി തീർത്തു. മനസ്സിലായി? അതുകൊണ്ട് ബാക്കിയുള്ള ഡാമിലേക്ക് പോകാൻ പറ്റില്ല. അപ്പം എല്ലാ ഡാമുകളിലും 30% 100% ആക്കി കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ഉൽപ്പാദനം കൂട്ടാൻ പറ്റും. 70% അഡീഷണൽ കിട്ടുകയാണ്. മാത്രമല്ല, ഇതിൻ്റെ വൃഷ്ടിപ്രദേശത്ത് എവിടെയെങ്കിലും ഈ ബ്രൂവറി കൊണ്ടുവച്ചാൽ പോരെ. 70% കൂടുകയാണെങ്കിൽ അതിൽ നിന്നുള്ള വെള്ളവും ഇതിന് ഉപയോഗിക്കാമല്ലോ. ഇപ്പോൾ ഈ CPIയുടെ മന്ത്രി ആയിരുന്ന K. ഇസ്മയിൽ റവന്യൂ മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ തന്നെ അവരൊരു പ്രപ്പോസൽ കൊടുത്തിരുന്നു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അതായത് ചിമ്മിനി ഡാമിൻ്റെ വൃഷ്ടിപ്രദേശം എന്ന് പറഞ്ഞാൽ ഒരു 40 കിലോമീറ്ററോളം അത് പാലപ്പള്ളി സൈഡ് കൂടെ വെറും റബ്ബർ എസ്റ്റേറ്റിൻ്റെ ഇടയിൽ കൂടെയാണ് ഒഴുകി വരുന്നത്. അവിടെ ആരും ഉപയോഗിക്കുന്നില്ല വെള്ളം. അതിന് ശേഷമാണ് ഉപയോഗം വരുന്നത്. അപ്പോൾ ഇത് വെറുതെ ഒഴുകി പോവുക. റബ്ബറിനാണെങ്കിൽ ഈ വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ വെള്ളം അവിടെ എവിടെയെങ്കിലും ഈ പറയുന്ന പോലെ അത്തരത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ 1-2 ബ്രൂവറിയോടെ വന്നിട്ടെ 44 നദികളുടെ ഇത് അതുപോലെ ഈ മണലെടുത്തുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ മണൽ എന്നൊരു വരുമാനം പഞ്ചായത്തിന് കിട്ടും, സർക്കാരിനും കിട്ടും. സർക്കാർ എന്ത് വേണം? ആ മണലെടുത്തുകൊണ്ട് അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് കുടിവെള്ള പദ്ധതിയിൽ കൊണ്ടുവരാൻ നിർബന്ധമായിട്ട് അത് വേറൊന്നിനും ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ഈ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലെ ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലേഴ്സും മെമ്പേഴ്സും ഈ ടാങ്കർ ലോറിയുമായിരുന്ന കച്ചവടം നിൽക്കില്ലേ? അപ്പോൾ ഇതെല്ലാം തമ്മിൽ ചില നെക്സസ് ആണ്. ഇതെല്ലാം നിലയ്ക്കും. പക്ഷെ എന്ത് വേണം? ഇത്തരം പ്രോജക്ട്സിന് ഗവൺമെൻറ് ആദ്യം തന്നെ സ്റ്റഡി നടത്തിയിട്ട് ഒരു പ്രിപ്പയർഡ് ആണെങ്കിൽ ഇവിടെ ഇൻഡസ്ട്രി വരും. ഈ പറയുന്ന കുടിവെള്ളത്തിന് പ്രശ്നമില്ല. ഇത് നോക്കാതെയാണ് ഈ പറയുന്നതെല്ലാം. മനസ്സിലായോ? അതല്ല ആവശ്യം. അതിൻ്റെ കുഴപ്പമാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നോട് പറഞ്ഞത് ചാക്കോ പോകുന്നിടത്തെല്ലാം ചക്കിളത്തിപ്പോരാണെന്നാണ്. കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് NCPSൻ്റെ ഒരു യോഗത്തിനിടയിൽ വാക്കുതർക്കമല്ല, കയ്യാങ്കളിയും ചാക്കോയ്ക്ക് കിട്ടി 2 കിട്ടിയെന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നു. പോകുന്നിടത്തെല്ലാം ഒരാൾക്ക് എങ്ങനെയാണ് ഇത്തരത്തിൽ നിൽക്കുവാൻ കഴിയുന്നത്? അതായത് ചാക്കോ ഇപ്പോൾ അതിന് ശേഷം പുറത്ത് എല്ലാ ചാനലിലും പത്രങ്ങളിലും റിപ്പോർട്ട് വന്നല്ലോ. ഈ അഴിമതി നടന്നിട്ടുണ്ട് ഈ PSC നിയമനത്തിൽ നിന്ന് അദ്ദേഹം സമ്മതിച്ചു എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഞാൻ ഉന്നയിച്ചാണ് നേരത്തെ. കേസ് വരെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിലുണ്ട്. എന്നിട്ടും അദ്ദേഹം പറയുന്നത് എനിക്കിതുമായിട്ട് ബന്ധമൊന്നുമില്ല, തൻ്റെ പഴയ സ്റ്റാഫിൽപ്പെട്ട ബിജു ആബേലോ അങ്ങനെ 8 കൊല്ലം അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിരുന്ന ബിജു ആബേലിനെ ചാക്കോ അല്ലേ മന്ത്രിയുടെ PS ആയിട്ട് അഡീഷണൽ PS ആയിട്ട് അപ്പോയിൻ്റ് ചെയ്ത് അല്ലേ? ആ ചാക്കോയ്ക്ക് വേണ്ടിയിട്ടുള്ളത് ബിജു വാങ്ങിക്കുമോ? ബിജു ആബേൽ ഞാനും തോമസ് ഇരിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇന്ന സ്ഥലത്തു നിന്നാണ് വെച്ചാണ് പൈസ ലഭിച്ചത്, ആ പൈസ ആർക്കാണ് കൊടുത്തത്, ചാക്കോൻ്റെ ഭാര്യയ്ക്ക് ഇത്ര കൊടുത്തു, ബാക്കി ഇന്നതിന് ഉപയോഗിച്ചു, തിരിച്ചവസാനം പിന്നീട് ഇത് കൊണ്ടുകൊടുത്തപ്പോഴുള്ള പൈസകൾ എവിടെ വെച്ച് ആർക്കോ കൊടുത്തു, വ്യക്തമായിട്ട് ബിജു ആബേൽ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ചാക്കോ എന്തുകൊണ്ട് ഇയാൾക്കെതിരെ കേസ് കൊടുക്കുന്നില്ല? ചാക്കോൻ്റെ ഭാഗം ക്ലിയർ ചെയ്യണമെങ്കിൽ ചാക്കോ കേസ് കൊടുക്കണ്ടേ? ഇയാൾ അതിനുള്ള എനിക്ക് ഒരു പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിൽ നിൽക്കുന്ന വർക്കിംഗ് പ്രസിഡൻ്റായിട്ട് NCPSൻ്റെ വർക്കിംഗ് പ്രസിഡൻ്റാണ് ചാക്കോ ഇന്ന് ഇടതുമുന്നണിയുടെ ഭാഗമല്ലേ? മുഖ്യമന്ത്രിയെ കണ്ട് ഇതിൽ അന്വേഷിക്കണം, ഇയാൾക്കെതിരെ കേസ് എടുക്കുമെന്ന് പറഞ്ഞാൽ ഈ പൈസ അഴിമതിയല്ലേ? കേസ് എടുക്കില്ലേ? അതേസമയം വിജിലൻസ് കോടതി, മൂവാറ്റുപുഴ കോടതി കേസ് എടുത്തിട്ട് പോലും അതിന് പ്രോസിക്യൂഷൻ്റെ അനുമതി പോലും LDF ഗവൺമെൻറ് കൊടുത്തിട്ടില്ല. മനസ്സിലായോ? അപ്പോൾ ഈ ചാക്കോ പറഞ്ഞതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ചാക്കോ അവിടെ പറഞ്ഞത് അവിടെ അത്തരത്തിലൊരു അഴിമതിക്ക് ശ്രമം നടന്നപ്പോൾ താനത് തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹത്തെ പുറത്താക്കി. മാത്രമല്ല NCPക്ക് വേണ്ടി വളവും കോരിയത് താനാണെന്നും അത്തരം പരാമർശങ്ങളാണ് അദ്ദേഹം ആ യോഗത്തിൽ നടത്തിയിരുന്നത്. അല്ല, ചാക്കോ എല്ലായിടത്തും വെള്ളവും വളവും എവിടെ മെച്ചമുണ്ടെങ്കിൽ അതൊക്കെ കോരാൻ തയ്യാറാണ്. മനസ്സിലായോ? അതെല്ലാവർക്കും ജനങ്ങൾക്കറിയാം. എന്തുകൊണ്ട് ചാക്കോ എല്ലായിടത്തും ഇതുമാതിരി തിരിച്ചടികൾ നേരിടുന്നു നമ്മളത് മനസ്സിലാക്കണ്ടേ? അപ്പോൾ ആ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞു. മനസ്സിലായോ? ഇവിടെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് ബോധമുണ്ട്. അല്ലാതെ ഏതെങ്കിലും ഒരു സ്റ്റാഫിന് വലിയ തല്ലിട്ടുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല. ഇത് ചാക്കോ സമ്മതിച്ച് നന്നായി. ഏതായാലും ആ കേസ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കുറച്ചും കൂടി യാഥാർത്ഥ്യത്തോടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. എന്തായാലും നടന്നിട്ടുണ്ടെന്ന് അദ്ദേഹം സമ്മതിച്ചല്ലോ. അപ്പോൾ ഇനി ഗവൺമെൻറ് മാറി നിൽക്കാൻ പറ്റില്ല. വിജിലൻസ് അന്വേഷിക്കേണ്ടി വരും. അതിൽ ക്രൈം ബ്രാഞ്ച് കേസ് ഇട്ടുകൊണ്ട്
അയാളെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വരും. അയാൾ പറയട്ടെ സത്യം എന്താണെന്നുള്ളത്. മറ്റൊരു യോഗത്തിൽ ചാക്കോ മുന്നണി മാറ്റത്തെ സംബന്ധിച്ച് ഇങ്ങനെ നിന്നു പോകാൻ പറ്റുന്നില്ല, അതായത് സർക്കാർ തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ പോലും മുഖ്യമന്ത്രി ഇടപെടുന്നു, മുന്നണി മാറ്റം അനിവാര്യമാണ്, LDFനപ്പുറത്തേക്ക് അല്ലെങ്കിൽ പുതിയൊരു പാർട്ടി രൂപീകരിക്കണമെന്നൊക്കെ ചാക്കോ പറഞ്ഞതായിട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഏറെക്കുറെ അത് വാസ്തവമാണെന്ന് പറഞ്ഞേക്കുന്നു. എന്നാൽ ശശീന്ദ്രൻ പറയുന്നത് അങ്ങനെയൊന്നുമല്ല, തങ്ങൾ സംതൃപ്തരാണ്, തങ്ങൾ ഇടതുമുന്നണിയിലെ അവിഭാജ്യ ഘടകമാണെന്ന് ശശീന്ദ്രനും പറയുന്നു. എങ്ങനെയാണ് ഈ രണ്ട് വാദങ്ങളെ കാണുന്നത്? അല്ല, ശശീന്ദ്രന് അവിഭാജ്യ ഘടകമാണല്ലോ. കാരണം ഇനിയും ഉണ്ടല്ലോ, ഒരു 1.5 വർഷത്തോളം ഉണ്ടല്ലോ മന്ത്രിയായിട്ട് തുടരണമെങ്കിൽ. അവിഭാജ്യ ഘടകം അല്ലെങ്കിൽ ചാക്കോ പറയുന്നതിനെ അനുകൂലിച്ചെന്ന് ശശീന്ദ്രന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. പിന്നെ ചാക്കോനെ സംബന്ധിച്ച് ഇത് അവസാനമാണ്. ഓൾറെഡി മുഖ്യമന്ത്രി പോലും വളരെ വ്യക്തമായിട്ട് തോമസ് കെ തോമസിൻ്റെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞു. ചാക്കോ കൊടുത്ത ലെറ്ററിന് പോലും ഒരു വിലയില്ലാതെ ചാക്കോ സ്വയം അത് അറിഞ്ഞുകൊണ്ട് തന്നെ സ്വയം പിന്മാറി രാഷ്ട്രീയം അവസാനിപ്പിക്കണമെന്നാണ് ഞാൻ പറയാം. കാരണം അദ്ദേഹത്തിനൊന്നും ഇനിയിപ്പോൾ ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കി പോകാനുള്ള ഒരു കഴിവൊന്നുമില്ല. ഈ ഇതിൽ ഒന്നാമത്തെ ചാക്കോനെ അറിയുന്ന ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടെ കൂടും? ഒരാളുണ്ടാവില്ല. ഇതിൽ ശശീന്ദ്രൻ ഒരു പക്ഷേ, ശശീന്ദ്രനും അതുപോലെ തന്നെ ഇതോടുകൂടി ശശീന്ദ്രൻ്റെ ഇതും കഴിഞ്ഞു, രാഷ്ട്രീയ ഭാവി അവസാനിച്ചു. ആ പാർട്ടിയെ CPM ഒതുക്കിയെടുത്തു, ഒരു സംശയം വേണ്ട, ഇല്ലാതാക്കിയെന്ന് പറയാം. ഇല്ലാതാക്കി. അതിനകത്ത് ആർക്കും ഇനി മത്സരിക്കുന്നതിന് പോലും സാധ്യത ഉണ്ടോ എന്നുള്ളത്, അത് ശശീന്ദ്രൻ അതാണ് ഉദ്ദേശിക്കുന്നത്. എനിക്ക് ശേഷം പ്രളയം ഞാൻ നോക്കേണ്ട ആവശ്യമില്ല, അദ്ദേഹം അതിലേക്കാണ് ഈ പാർട്ടി എത്തിച്ചത്. ഇവിടെ സതീശൻ്റെ യാത്ര, മലയോര യാത്ര നിലമ്പൂരിലേക്ക് എത്തിയപ്പോൾ എല്ലാ ആർജവത്തോടെയും കൂടി അൻവർ വേദിയിൽ പങ്കെടുക്കുകയാണ്. അൻവർ അപ്പോഴും മുഖ്യമന്ത്രിക്കെതിരെ നിരന്തരം ആഞ്ഞടിക്കുകയാണ്. 2026 തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇടതുപക്ഷവും പിണറായിയും ചിത്രത്തിലില്ലാതെ പോകുമെന്നുള്ള കടുത്ത പ്രസ്താവനകൾ നടത്തുക. എങ്ങനെയാണ് അൻവറിൻ്റെ പങ്കാളിത്തത്തെ കാണുന്നതെന്ന്? അല്ല, നിലമ്പൂരിനെ സംബന്ധിച്ച് അൻവറിന് കുറേ ബന്ധങ്ങളുണ്ട്. അവിടെ MLA ആയിരുന്ന ആളാണ്. ആ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തീർച്ചയായും അത് കോൺഗ്രസ്സിന് കുറേ ഗുണം ചെയ്യും, മനസ്സിലായി. പക്ഷേ CPM അവിടെ അത്ര മോശമൊന്നുമല്ല, മനസ്സിലായോ? നല്ലൊരു ഫൈറ്റാണ് അവിടെ നടക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് 2 കക്ഷികൾക്കും, ഇടതുപക്ഷത്തിനും അതുപോലെ LDFനും UDFനും വലിയ പ്രശ്നങ്ങളാണ്. അതിൽ സ്ഥാനാർത്ഥി നിർണയം കഴിയുമ്പോൾ നമുക്ക് പറയാം എന്ത് സംഭവിക്കും എന്നുള്ളത്, മനസ്സിലായോ? കാരണം അൻവർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇന്ന ആൾ സ്ഥാനാർത്ഥിയാണെന്ന്. അവിടെ വേറൊരു കക്ഷി വേറുണ്ട്. അപ്പോൾ ഓൾറെഡി അപ്പോൾ അതിൽ സ്പ്ലിറ്റും പ്രശ്നങ്ങളും അവിടെ നിലനിൽപ്പുണ്ട്. അതുകൊണ്ടാണല്ലോ അൻവറിന് ഈ മലയോര കർഷകരുടെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ വരുമ്പോഴെങ്കിലും അതിൻ്റെ കൂടെ ചേരണം എന്ന ആഗ്രഹം തൊട്ട് കത്ത് കൊടുക്കേണ്ടി വന്നല്ലോ. UDF അതിന് മുമ്പ് അംഗീകരിച്ചിട്ടില്ല. പക്ഷേ അവരിപ്പോൾ ആ 3 സ്ഥലങ്ങളിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് ആ 3 സ്ഥലങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇടതുമുന്നണിക്കുള്ള RJD വിമതസ്വരമായിട്ട് മുന്നോട്ട് വരികയാണ്. CPI സംതൃപ്തരല്ല, മറ്റ് പല ഘടകകക്ഷികളും സംതൃപ്തരല്ല. എന്തുകൊണ്ടാകും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ ഘടകകക്ഷികളെയൊക്കെ അവരുടെ വഴിക്ക് വിടാൻ CPM തീരുമാനിച്ചിട്ടുണ്ടാവുക? അല്ല, ഈ പറയുന്ന ഘടകകക്ഷികൾക്കൊക്കെ ഒറ്റയ്ക്ക് ഒന്നുകൊണ്ട് എത്ര വോട്ട് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ചവിട്ടി ഒതുക്കി മാക്സിമം അവരുടെ ഇത് കൂട്ടുക, ഇവർക്ക് എന്തെങ്കിലും അപ്പകഷ്ണം കൊടുക്കുക എന്നുള്ളത്, ഇതാണ് എല്ലാ മുന്നണികളിലും നടക്കുന്നത്, മനസ്സിലായി. അതിപ്പോൾ LDF എന്നോ UDF എന്നോ NDA എന്നില്ല. അപ്പോൾ ഈ ചെറിയ ചെറിയ പാർട്ടികളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളിൽ അവരുടെ അസ്തിത്വം തന്നെ എന്ന് ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് എന്തെല്ലാം പറഞ്ഞാലും അവർ അത്തരം ആളുകളുടെ ഒരു കൂട്ടായ്മ വേണമെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഞാൻ അതിലുള്ള ശ്രമത്തിലാണ്. അതായത് ഈ ഇത്തരത്തിൽ മുന്നോട്ട് പോയാൽ കേരളത്തിന് വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. കാരണം ഇന്നത്തെ ഈ സാമ്പത്തിക അവസ്ഥയും ബാക്കിയുണ്ട്. ജയിച്ച് ഭരണം കിട്ടുന്നുള്ളതിലേക്ക് മാത്രം നോക്കി നടക്കുന്ന രാഷ്ട്രീയ പാർട്ടികളല്ലാതെ കേരളത്തിന് മാറ്റം കൊണ്ടുവന്ന് ഇവിടെ ഒരു ഐക്യത്തോടു കൂടിയുള്ള ഒരു ഐക്യ കേരളം അതുപോലെ തന്നെ ഒന്ന് സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിന് ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് മാറ്റം കൊണ്ടുവരണം. അതിനുള്ള നീക്കമാണ് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. ഇവിടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിൽ വിവിധ കലോത്സവങ്ങളുമായിട്ട് വന്നിട്ട് വലിയ സംഘർഷങ്ങൾ നടക്കുന്നു. തൃശ്ശൂരിൽ KSUവിൻ്റെ ജില്ലാ പ്രസിഡൻ്റാണ് മാരകായുധങ്ങളുമായിട്ട് SFI പ്രവർത്തനം എത്തിക്കുന്നത്. തിരിച്ചാണെങ്കിൽ SFIയുടെ ഉത്തരവാദിത്തപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് PM ആർഷോ സാമൂഹ്യ മാധ്യമങ്ങളുടെ കൊലവിളി
പോസ്റ്റുകൾ ഇടുകയാണ്. കഴിഞ്ഞ ഇത് മലബാർ കുറച്ച് നാളുകളായി സംഘർഷങ്ങൾ നടക്കുകയാണ്. സമീപകാലത്താണ് NCPയുടെ വിദ്യാർത്ഥി സംഘടന മലബാർ ഒരു ക്യാമ്പസിൽ വിജയിച്ചു വരുന്നത്. അതായത് കാലാകാലങ്ങളായിട്ട് കണ്ടുവരുന്ന അക്രമ രാഷ്ട്രീയത്തോട് നമ്മുടെ ക്യാമ്പസുകൾ ഏറെക്കുറെ മുഖം തിരിക്കുന്നില്ല. അല്ലെങ്കിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം അപകടമാണ്, അതായത് ഈ പ്രമുഖ സംഘടനകളുടെ വിദ്യാർത്ഥി രാഷ്ട്രീയം അപകടമാണെന്നൊരു ചർച്ച വലിയ രീതിയിൽ സമൂഹത്തിൽ രൂപപ്പെടുന്നല്ലേ? ഇതിൽ കഴിഞ്ഞ ദിവസം ഋഷിരാജ് സിംഗ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖത്തിലോ മറ്റോ പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം വളരെയധികം കാലം ഈ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിരുന്നപ്പോൾ ഡ്രഗ്സിന് എതിരെ വളരെ നല്ല ആക്റ്റീവായിട്ടുള്ള കുറേ പരിപാടികൾ കൊണ്ടുവന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞത് അധ്യാപകർക്ക് കുട്ടികളുടെ കൺട്രോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. കാരണം അവരെ അടിക്കാൻ പറ്റില്ല, തൊടാൻ പറ്റില്ല, ശാസിക്കാൻ പറ്റില്ല. ആ അധികാരം അവർക്ക് തിരിച്ചു കൊടുത്താൽ ഇവിടെ ഡ്രഗ്സിൻ്റെ ഈ പ്രശ്നങ്ങൾ നല്ലൊരു ശതമാനം ഇത് കുറയുമെന്ന് പറയുന്നുണ്ട്. വളരെ കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ന് പാരൻസിന് നോക്കാൻ സമയമില്ല. അതായത് കുട്ടികൾ അവരുടേതായിട്ടുള്ളൊരു വഴിക്ക് പോകണം. ഒക്കെ ന്യൂജൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള പലതിലും എന്ത് ചെയ്യണം, അത് മുതലെടുക്കുന്നതിനുള്ള കുറേ ആളുകളുണ്ട്. അതിൽ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഈ വിദ്യാർത്ഥി സംഘടനകളും ഉണ്ട്. അവരാളെ കൂട്ടുന്നതിന് വേണ്ടി ഇത്തരം പലതിലും അവരതിന് പ്രചോദനം നൽകുന്നുണ്ട്. അത് മാറാത്തിടത്തോളം കാലം ഈ കലാലയ രാഷ്ട്രീയം ഇതുപോലെ തന്നെ മുന്നോട്ടും വഷളാവും. ഈ വിദ്യാർത്ഥി സമൂഹം എന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളിൽ അവർക്ക് രാഷ്ട്രീയ ഒരു ചിന്ത ഉണ്ടായിരുന്നു, അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് വന്നിരുന്നത്. ഇന്ന് അത് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇന്ന് വെറും അടിപിടി മാത്രം നടത്താൻ പോകുന്ന കുറേ ഒരു ആൾക്കൂട്ടമായി മാറിയിരിക്കുന്നു. അപ്പോഴും ശരിയായ ഒരു രാഷ്ട്രീയ ബദൽ വിദ്യാർത്ഥികൾ തേടുന്നതിൻ്റെ ഉദാഹരണമാണോ NCPയുടെ വിദ്യാർത്ഥി സംഘടന? തീർച്ചയായും ഒരു ബദൽ കൊടുക്കുമ്പോൾ തീർച്ചയായും ഇതിൽ ഒട്ടനവധി കാരണം പാരൻസിനെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളിൽ അവർക്ക് ആശങ്കയുണ്ട്. അവർ മക്കൾ പഠിച്ച് ഒരു തൊഴിൽ ലഭിക്കേണ്ടതിലേക്ക് എത്തണം, അതിനു മുമ്പ് ഇത്തരത്തിലുള്ള ഡ്രഗ്സും ബാക്കിലേക്ക് പോകരുന്നുള്ളൊരിതുണ്ടല്ലോ. അപ്പോൾ തീർച്ചയായും അതിന് ആ ആശയത്തിൽ നിൽക്കുന്ന ഒട്ടനവധി വിദ്യാർത്ഥി സമൂഹമുണ്ട്. അവർ മാറി ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് വരുന്നത്. നല്ലൊരു ശുഭപ്രതീക്ഷയിൽ എനിക്കുണ്ട്. ഇവിടെ പലപ്പോഴും രാഷ്ട്രീയ വിവാദങ്ങളിൽ പെടാറുള്ള ഒരാളാണ് മുസ്ലിം ലീഗ് നേതാവ് PM സലാം. അദ്ദേഹം കഴിഞ്ഞ ദിവസം നടന്നൊരു പ്രസ്താവന വലിയ സ്ത്രീവിരുദ്ധമായിട്ട് സമൂഹം ചർച്ച ചെയ്യുകയാണ്. ആ പ്രസ്താവന അങ്ങ് അറിഞ്ഞു കാണുമല്ലോ, എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത്? അല്ല, എനിക്ക് തോന്നുന്നു ഈ PM സലാം പറഞ്ഞ കാര്യങ്ങളിൽ ചില വാസ്തവങ്ങളുണ്ട്. അത് പറഞ്ഞ രീതിയായിരിക്കും ചിലപ്പോൾ ഉള്ളത്. അദ്ദേഹം പറഞ്ഞ ഞാൻ മനസ്സിലാക്കിയ ഇത്രേ ഉള്ളൂ, സ്ത്രീ പുരുഷൻ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഇക്വാലിറ്റി എന്നുള്ളതിൽ ഒന്നിച്ചെന്നെ കണക്കാക്കണം. സ്ത്രീകളെല്ലാ ഇത് പുരുഷനുള്ള വിധ റൈറ്റ്സും സ്ത്രീക്കുമുണ്ട്. പക്ഷേ എല്ലാ കാര്യങ്ങളിലും എന്ന് പറയുമ്പോൾ തന്നെ ഒരു പുരുഷൻ്റെയും സ്ത്രീയുടെയും കഴിവുകളെക്കുറിച്ച് ശാരീരികമായിട്ടെങ്കിലും നമ്മൾ പലതും അസസ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞു. ഇന്ന് ലോകത്തുള്ള ഏത് സ്പോർട്സ് എടുക്കുക, അതെല്ലാം അത്ലറ്റിക്സോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഏതെടുത്താലും എന്തുകൊണ്ട് മിക്സഡായിട്ട് അവർ കോമ്പറ്റ് ചെയ്യുന്നില്ല? അവർക്ക് സ്ത്രീകൾക്ക് സെപ്പറേറ്റ്, പുരുഷന്മാർക്ക് സെപ്പറേറ്റ്, എന്തുകൊണ്ടത്? അപ്പോൾ ആ കായികക്ഷമത പോലും മെഷർ ചെയ്യുന്നത് വ്യത്യാസമുണ്ട്. അപ്പോൾ അതിലുള്ള വ്യത്യാസം നമ്മളിവിടെ കാണണമെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷേ അതല്ല ഈ മീഡിയയിലൊരിത് വരുമ്പോൾ അതല്ലല്ലോ മറ്റു പലരും എടുക്കുന്നത്. അദ്ദേഹം ആ സെൻസിൽ പറഞ്ഞിട്ടുള്ളത് അതിനോട് ഞാൻ യോജിക്കുന്നു, മനസ്സിലായി. പക്ഷേ റൈറ്റ്സിൽ ഈക്വൽ ഇത് കൊടുക്കണം, ഒരു സംശയം വേണ്ട. ഇവിടെ നിലമ്പൂർ മണ്ഡലത്തിൻ്റെ ഒഴിവ് സംബന്ധിച്ച റിപ്പോർട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിച്ചിരിക്കുകയാണ്. അങ്ങ് ഒന്നിലേറെ തവണ കോട്ടയ്ക്കൽ മണ്ഡലത്തിൽ മത്സരിച്ച ഒരാളാണ്. ഏറെക്കുറെ നിലമ്പൂർ മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയം ഏത് തരത്തിലാകുമെന്നും കൃത്യമായി ധാരണയുള്ള ആളുമാണ്. എങ്ങനെയായിരിക്കും നിലമ്പൂർ ചിന്തിക്കുക? നിലമ്പൂരിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. അതായത് അവിടെ മുസ്ലിം ലീഗിൽ റബലുണ്ട്. മുസ്ലിം ലീഗിന് നല്ല ഇതുള്ള സ്ഥലമാണ്. അവിടെ റബലുണ്ട്, കോൺഗ്രസ്സിൽ റബലുണ്ട്, CPM-ൽ റബലുണ്ട്, മനസ്സിലാവും. ഈ അത് ഞാൻ നേരത്തെ പറഞ്ഞു, സ്ഥാനാർത്ഥി നിർണയം വന്നതിന് ശേഷം മാത്രമേ ഇത് എങ്ങനെയെല്ലാം വർക്കൗട്ട് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിനും പറയാൻ പറ്റില്ല, മനസ്സിലായോ? വലിയ പല സാധ്യതകളും അവിടെ ഉണ്ട്, മനസ്സിലായോ? അപ്പോൾ ഞങ്ങളത് നോക്കിക്കാണുക. ഇപ്പം ഞങ്ങൾക്ക് നിലമ്പൂർ എന്ന് പറഞ്ഞാൽ ഒട്ടനവധി കേഡേഴ്സും അതുപോലെ തന്നെ പാർട്ടി സെറ്റപ്പുള്ളൊരു സ്ഥലമാണ്. വരട്ടെ, ആ സമയമാകുമ്പോൾ ആലോചിക്കാമെന്നുള്ളതുകൊണ്ടാണ് ഞങ്ങളിരിക്കുന്നത്. കുറേയേറെ രാഷ്ട്രീയ വിഷയങ്ങളിൽ തൻ്റെ നിലപാട് വ്യക്തമായി അവതരിപ്പിക്കുകയായിരുന്നു NCP സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ ശ്രീ NA മുഹമ്മദ് കുട്ടി. അടുത്ത വാരം മറ്റൊരു വിഷയങ്ങളുമായി വീണ്ടും കാണാം. അതുവരേക്കും നമസ്കാരം, നന്ദി.